അപ്പോൾ മക്കളെ, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 18 ഡേ 17 നട്ടപ്പാതിര എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. ലൈവ് എനിക്ക് കുറേ ആയിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ കല്യാണവും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സമ്മർ അണ്ണൻ്റെ വീഡിയോകളിലാണ് ഞാൻ എന്ത് ചെയ്ത് ലൈവ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഭയങ്കര ഹാപ്പനിങ് എപ്പിസോഡ്. ഞാൻ സാധാരണ അവിടെ വന്നിരുന്നിട്ട് എപ്പിസോഡ് വരാതാണല്ലോ പറയാറ്. ഇന്നത്തെ എപ്പിസോഡ് കൊള്ളാം, നൈസാണ്. ലൈവിൽ എന്തായിരിക്കും നടന്നത്? തുടക്കം തന്നെ ഹൈജീൻ ഇപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. ഇനി കുറേ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഹൈജീൻ ഭയങ്കര സീനാവും. പേഴ്സണൽ ഹൈജീനൊക്കെ ഭയങ്കര വിഷയമായിട്ട് മുന്നോട്ട് വരും. ഞാൻ ഈ സീസണിൽ തുടക്കം മുതലേ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇവർ ഈ കണ്ടന്റിന് വേണ്ടി ഓടിയപ്പോൾ വീടിൻ്റെ ചുറ്റോറാണെങ്കിലും അവരുടെ പേഴ്സണൽ ഹൈജീനൊക്കെ ആണെങ്കിലും ഒക്കെ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരൊന്ന് ലോ ആയിട്ടുണ്ടായിരുന്നു കുറേ ആളുകളൊക്കെ. അപ്പോൾ ആ സാഹചര്യം കൊണ്ടായിരിക്കാം പലരുടെയും പേഴ്സണൽ ഹൈജീൻ ഭയങ്കര താഴെയാണ് എന്നുള്ളത് അവർ തന്നെ തമ്മിൽ പറഞ്ഞ് കച്ചറ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ അനീഷ്, ഇന്നത്തെ താരം ഞാൻ അനീഷ് എന്ന് പറയും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് പറയാനുണ്ടല്ലോ. അപ്പോൾ അനീഷും ഷാനവാസും, ഓക്കെ, അപ്പോൾ അനീഷ് ഈ ബാത്റൂം ഏരിയയിലുള്ള കാര്യങ്ങൾ വന്ന് നമ്മുടെ ക്യാപ്റ്റന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് വരേക്ക് പണിയൊന്നും എടുക്കുന്നില്ല, പണിക്കള്ളനാണത്, ഒന്നും നോക്കുന്നില്ല, അങ്ങനെ ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ക്യാപ്റ്റൻസിയുടെ സമയത്ത് പിന്നെ പണിയെടുക്കേണ്ട കാര്യമില്ല. ആ ക്യാപ്റ്റൻസി ഒരു പണിയായതുകൊണ്ട് അയാൾ നന്നായിട്ട് ചെയ്തു. അതിന് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് കുറച്ചൊന്ന് ബാക്കി ഗെയിമിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയതുകൊണ്ട് കൊടുക്കുന്ന പണികൾ ശേഷം ഉഴപ്പുന്നുണ്ടോ എന്നുള്ളൊരു സ്കീം എനിക്കും തോന്നി. ആൻഡ് ഷാനവാസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ പണിയെടുക്കാത്ത വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഓറഞ്ച് വിഷയമാണെങ്കിലോ അങ്ങനത്തെയൊക്കെ വിഷയത്തിൽ ഷാനവാസിൻ്റെ ഓൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെങ്ങായി എന്ത് ചെയ്യുന്നറിയോ, ഒരു വല്ലാത്ത മൈൻഡിൽ മൂഡിലൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ച് ബോഡി ലാംഗ്വേജ് ഒക്കെ വേറൊരു തരത്തിലുള്ള സാധനമൊക്കെ കാണിക്കും. അതാണ് ഇന്ന് അനീഷിനെ പിന്നാലെ നടന്നത്. പിന്നെ അത് ബ്രൊമാൻസ് ആണ് ഇവരുടെ ഒരു, ഞാൻ പറയുമ്പോൾ ഏറ്റവും എന്താ പറയുക, ഹിറ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ബിഗ് ബോസ് സീസൺ 7 പോകുമ്പോൾ ഈ ബ്രൊമാൻസ് ആണ്. അനീഷും നമ്മളെ ഷാനവാസും നമ്മളുടെ ഷനീഷ്. അപ്പോൾ ഈ സാധനം രസമുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ നമുക്കങ്ങനെ അരോചകമായിട്ടൊന്നും തോന്നിയില്ല. എപ്പിസോഡിൽ ഭയങ്കര ഫണ്ണായിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ ശേഷം ആർക്കും വേണ്ടാത്ത വേറൊരു കോംബോ ഉണ്ട്, അക്ബറും ഷാരിയും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കോംബോ ആണത്, ഒരു കാര്യമില്ലാത്തൊരു കോംബോ. അതിനകത്ത് ചുമ്മാ അക്ബറിന് ആരെങ്കിലുമൊക്കെ തോണ്ടണം, അതിന് വേണ്ടി കുറേ ഷാരികേനെ തോണ്ടും. ഷാരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പോണ വള്ളിക്കൊന്നും പിടിക്കാൻ പറ്റില്ല, ഞാൻ ടാർസം കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. അതങ്ങനെ സൈഡിൽ കൂടി പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ദ മെയിൻ കണ്ടന്റ് മേക്കർ, ദ കണ്ടന്റ് കിങ് ഓഫ് ദിസ് ബിഗ് ബോസ് സീസൺ 7 ആഫ്റ്റർ നമ്മളുടെ ഈ അനീഷ് വീണു ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയ അനുമോള് ആ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്നുണ്ട്. ഫുഡ് ഇങ്ങനെ കുഴച്ച് മറിച്ച് ഉണ്ടാക്കുന്ന ടൈം മുതലേ ഞാൻ ആലോചിച്ച് വെച്ചതാണ്, ഇതാരെങ്കിലുമൊക്കെ തിരിയും അനുമോക്കെതിരെ. ഇതിപ്പോൾ തിരിഞ്ഞത് ശൈത്യന്നെ ആയതുകൊണ്ട് അറിയാലോ എന്തൊക്കെയായിരുന്നു. ശൈത്യനെ സപ്പോർട്ട് ചെയ്യണം, അനുമോക്ക് ആ വീട്ടിനകത്തുള്ള ഏക സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് കുറേ PR അണ്ണന്മാർ ഈ സാധനവും സ്റ്റോറിയും പൊക്കിപ്പിടിച്ച് നടന്നതാണ് അനുമോളെ പേജിൽ വന്ന്. ഇപ്പം അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിന്ന് ഇങ്ങനെ കൊടൂര കൊട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ശൈത്യം തന്നെയാണ്. എന്താണെങ്കിലും ശൈത്യന്നെ ഇതും അനുമോളെ എറിഞ്ഞിട്ട് കൊടുത്തു. പക്ഷെ അനുമോക്കുള്ളൊരു മാറ്റം ഞാൻ പറഞ്ഞുതരാം. അനുമോള് കളി പഠിച്ചു തുടങ്ങി. ഓക്കെ, അതായത് അനുമോക്കിപ്പോൾ സങ്കടം വരും, കരയും, ഇല്ലാന്ന് ഞാൻ ഒട്ടും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒക്കെ കാര്യത്തിൻ്റെ മുകളിൽ അനുമോള് പിടിച്ചു നിന്നാണ്, കറക്റ്റ് പിടിച്ചു നിന്നു. അത് പോയിന്റ് പറഞ്ഞ അനുമോള് പിടിച്ചു നിന്നു. കാരണം ആ ടോയ്ലറ്റിൻ്റെ കേസും മൂത്രമൊഴിക്കുന്ന കാര്യം ആൺകുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ അനുമോള് പറഞ്ഞ സമയത്ത് അനുമോള് സംസാരിക്കുമ്പോൾ വേറെ റൂട്ടിൽ കാര്യങ്ങളൊക്കെ മാറ്റി അനുമോളെ മൈൻഡ് അടിക്കാതെയൊക്കെയുള്ള പരിപാടിയൊക്കെ നമ്മൾ കണ്ടാണ്, അക്ബറും അപ്പാനിയൊക്കെ. അപ്പോൾ ഇന്ന് ആ സാധനം എടുത്തിട്ടിട്ട് ഇവർ ഈ പറഞ്ഞ ഹൈജീൻ്റെ സാധനം അനുമോൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റി. വെറുതെ മൂങ്ങിക്കരയല്ല, പോയിന്റ് പറയാനും അറിയാമെന്നുള്ളത് അനുമോളുടെ ആ ഒരു സാധനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പോകെ അനുമോൾ എന്ത് ചെയ്യും, അനുമോൾക്ക് എന്താ പറയുക, ഓരോ സാറ്റർഡേ സൺഡേ കഴിയുമ്പോൾ തന്നെ അനുമോൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടി തുടങ്ങും. നമ്മൾ കാണുന്ന പോലെ അങ്ങനെ ഒരു കുലപ്പൊട്ടിയല്ല, ഒരു കുലസ്ത്രീ പൊട്ടത്തിയല്ല അനുമോൾ എന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ ആ സിറ്റുവേഷൻ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലാബുമ്മ കയറിയിരുന്ന് ലാലേട്ടൻ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളോ ഗ്രാനൈറ്റ് എന്തൊരു സാധനം അതിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഈ ഫുഡ് ഉണ്ടാക്കുന്ന അനുമോളെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആര്യൻ അതിനോട് ചാടി കയറി.
ഇവൻ എന്ത് വണ്ടറടേന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ലാലേട്ടൻ വന്നാൽ എന്തായാലും അവനെ തൂക്കും. അത് കാണിച്ചു കൊടുക്കാൻ ഒരാൾ കഴിഞ്ഞിട്ടാണ് ആളോട് വന്നേക്കും ചിലപ്പോൾ. അങ്ങനെ അതങ്ങോട്ട് തീർന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണിപ്പുര ടാസ്കിൻ്റെ മെയിൻ ഐറ്റം എന്ന് വന്നത്. അതായത് ഇന്നത്തെ പ്രൊമോലൊക്കെ ഉണ്ടായിരുന്നു, ഇവർ പുറത്താകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്രൊമോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കൊന്ന് ലൈവിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഞാൻ പറയാം, ആദില നോറയ്ക്ക് മോസ്റ്റ് മെജോറിറ്റിയും കൈയടിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം മലയാളി സീരിയൽ ബേസ് ഓഡിയൻസ്, ദ കോർ ഓഡിയൻസ്, ദ മോസ്റ്റ് മെജോറിറ്റി ഓഡിയൻസും കാണാൻ താല്പര്യപ്പെടുന്നത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫാമിലിക്ക് വാല്യൂ കൊടുക്കുന്ന, ഫാമിലി മോറൽസിന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു പുഷ് കൊടുക്കുന്ന ആളുകളുടെ കോണ്ടൻറ്റും അല്ലെങ്കിൽ ആളുടെ സംസാരവും പ്രോക്കുല കൺസെപ്റ്റ് എപ്പോഴും വർക്ക്സാണ്. ഓഡബിൾ കണ്ടൻറ്റാണ് ഈ ബിഗ് ബോസിനകത്ത് ഏത് കണ്ടസ്റ്റൻറ്റും. അതിലാണ് പറഞ്ഞത് മനസ്സിലാക്കി കളിച്ചതാണോ മേ ബി ആയിരിക്കാം. എനിക്ക് അവരത്ര ഡംപായിട്ട് തോന്നിയില്ല, അവരും ക്ലവറാണ്. സോ അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു, ഇത്ര പോയിന്റ് നിങ്ങൾക്ക് പണിപ്പുരയിൽ നിന്ന് മാറ്റിയാലും നിങ്ങൾക്ക് 3 പേരുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്നതായപ്പോൾ ഇവർ ചിന്തിച്ചില്ല ഒട്ടും. കാരണം ബിഗ് ബോസിൻ്റെ ഈ സീസണിൽ, എല്ലാ സീസണിലും ഏത് ടൈമിലായിരിക്കും ഈ പറഞ്ഞ ഫാമിലി വരാൻ പോണത്, ആ ടൈമിലാണ് ഇവർ ഈ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ട്രിക്കിയാണ് ബിഗ് ബോസ്. അതായത് 10 11 ആഴ്ചയിൽ വരുന്നൊരു ഫാമിലി റൗണ്ടിലേക്ക് ഇപ്പോഴേ നിങ്ങൾ അവർ വരണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം എന്താ, മനസ്സിലായോ? അതിൻ്റെ ബിക്കോസ് ആ കണ്ടസ്റ്റൻസ് ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിലും അവർ പുറത്ത് പോകുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും, അപ്പം അങ്ങനത്തെ ഒരു സാധനമൊന്നും, ആ ആസ്പെക്റ്റൊന്നും ആദില നോറ ചിന്തിച്ചില്ല. അവരുടെ എന്താ പറയുക ഇമോഷൻസ് ആണ് അവിടെ അവർ വർക്കൗട്ട് ആക്കിയത്. ചിലർ നല്ലതാന്ന് പറയും, ചിലർ നല്ലതല്ല എന്ന് പറയും. ഫോർ മീ ഞാനൊരു കാര്യം പറയാം, അവർ ചിന്തിച്ചിട്ടുണ്ടാവുക ഈ ഇമോഷൻ ആസ്പെക്റ്റിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലത് എന്നേ പറയുള്ളൂ. അവർക്ക് കയ്യടി കിട്ടും ചെയ്യും. അതൊരു വാണ്ടഡ്ലി ചെയ്താണെങ്കിലും അൺവാണ്ടഡ്ലി ചെയ്താണെങ്കിലും അവർക്ക് അത് കയ്യടിയും കിട്ടും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഗെയിം ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് മേ ബി ഇവരെടുത്ത് 3 പേര് സർവൈവ് ചെയ്താൽ എന്ത് ചെയ്യും, അങ്ങനെയുണ്ടല്ലോ. അതാർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ 11ാമത്തെ ആഴ്ച ഈ 3 പേര് നിൽക്കില്ല എന്ന് ആർക്കെങ്കിലും കംപ്ലീറ്റ്ലി പറയാൻ പറ്റുമോ? നിൽക്കുന്ന ആർക്കെങ്കിലും കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രസൻറ്റ്, ആ ഒരു അറ്റ് ദ ടൈം, ആ ടൈമിലുള്ള പ്രസൻസ് ഓഫ് മൈൻഡിൽ അവർക്ക് ആവശ്യം, അവർക്ക് കയ്യടി കിട്ടുക എന്നുള്ളതാണ് പ്രേക്ഷകരുടെയും വീട്ടിനകത്തുള്ള ആളുകളുടെയും. അത് അവരുടെ ഗെയിം, അത് അവർ കൃത്യമായിട്ട് കളിച്ചു. അത് ആദില നോറ കയ്യടി കിട്ടി. ഓക്കെ, ഇപ്പം ഞാൻ കോമൺ ആയിട്ട് കുറച്ച് ആൾക്കാരോട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചോദിച്ചപ്പോഴും കമൻറ്റ് ബോക്സിനകത്തൊക്കെ ആദില നോറ ഇങ്ങനെയാണോ ചെയ്തത്, ഹിന്ദി ബിഗ് ബോസിനും ബാക്കി ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല, ഇമോഷൻസിന് വാല്യൂ കൊടുക്കാറില്ല, അവർ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കും. അങ്ങനെ ഒരു ഗെയിം അവിടെ ഉണ്ടായി. അത് അടുത്ത മണിപ്പൂരേൻ്റെ ഐറ്റം വന്ന സമയത്ത് അനീഷും ഗിസേലും പിന്നെ നമ്മൾ ആര്യനും പോയപ്പോൾ അങ്ങനെ ഒരു ഐറ്റം അവിടെ വന്നു. ഓക്കെ, അതായത് നോർമൽ മലയാളം ബിഗ് ബോസിൻ്റെ പാറ്റേൺ എന്നൊക്കെ മാറിയിട്ട് കുറച്ചധികം എന്തായി അഗ്രസീവ് ഫേസിലേക്ക് ആ സാധനം പോയി. അത് കൊള്ളാം. അപ്പോൾ അടുത്തൊരു സംഗതി വന്നത് ഇതാണ് ഇന്നത്തെ മെയിൻ കോണ്ടന്റ്. അനീഷിന് ആദ്യം തന്നെ ഈ സീസൺ മൊത്തം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഐറ്റമാണ് കാർഡിൽ കിട്ടിയത്. അനീഷ് കളിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ഫാൻസിനെ ആർമാദിക്കാം. ഇത് മൈൻഡ് ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് ശരിക്ക് അനീഷിൻ്റെ ആ ഒരു ഒറ്റ ബുദ്ധി ഉണ്ടല്ലോ, എന്ത് കിട്ടിയാലും ഈവൻ ബിഗ് ബോസിനോടാണെങ്കിൽ പോലും തർക്കിച്ച് നിൽക്കുന്ന, ലാലേട്ടൻ വന്നാലും ലാലേട്ടൻ പറഞ്ഞാലും അവനാൻ്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒറ്റ ബുദ്ധി സാധനം. ആ ഒറ്റ ബുദ്ധി സാധനത്തിൻ്റെ മുകളിലാണ് സത്യത്തിൽ നിന്ന് അനീഷിന് അത് കിട്ടി. അനീഷിൻ്റെ ബുദ്ധിയിൽ അപ്പം തോന്നി അതിങ്ങനെയാണ് കളിക്കേണ്ട, അനീഷ് കളിച്ചു. ഓക്കെ, അതായത് അതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എലമെന്റ് ഇനി ആരെങ്കിലും കുത്തിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫാൻസിനെ അർമാദിക്കാൻ വേണ്ടിയിട്ട് അത് പറയാം. ഇനി അനീഷിനെ സപ്പോർട്ട് ചെയ്യാത്ത, അനീഷിനെ ഇഷ്ടമല്ലാത്ത ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ചക്കട്ടപ്പം മൊയൽ എത്തും, അല്ലെങ്കിൽ ശിക്കാരി ചെമ്പു എന്നുള്ള എലമെന്റിലേക്ക് അനീഷിൻ്റെ ഗെയിം കൊണ്ടുവരാം. ഈ സീസണിലെ ബിഗ് ബോസിൻ്റെ ഗെയിമുകൾ, അതിൻ്റെ റൂളുകളൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. ബിക്കോസ് അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 7ന്റെ പണി എന്നുള്ള ടാഗ് ലൈനാണ് വെച്ചിട്ടുള്ളത്. 8ന്റെ പണി മാറ്റി 7ന്റെ പണിയാക്കി. അപ്പോൾ ഇതിന് മുമ്പും പല രീതിയിലും ഗെയിംസ് വന്ന സമയത്ത് ഇവർ കളിച്ചിട്ട് ലാസ്റ്റ് റൂള് ചേഞ്ച് ആയിട്ടുണ്ട്, അതിൽ തന്നെ ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ അനീഷ് എന്ത് ചെയ്തേ, ഞാൻ ഇതൊന്നും മാറില്ല, ഞാൻ ഇനി മുതൽ മിണ്ടുന്നില്ല എന്നുകൊണ്ട് മിണ്ടാതുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അയാളെ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനീഷ് ഫാൻസിന് ഇന്ന് ആഘോഷരാവാക്കാം. മാസ്റ്റർ മൈൻഡ്, ദ പവർഫുൾ മൈൻഡ് ഗെയിമർ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ എതിർക്കുന്ന ആളുകൾക്ക് ലോകം പോയത് എന്താ കാണിക്കുന്നത്, ബിഗ് ബോസ് പറഞ്ഞിട്ടൊന്നും തൊള്ള ഓർക്കുന്നില്ല എന്ന് വെച്ചിട്ട് ട്രോളി വിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആരുടെ ഫാനാണ് അല്ലെങ്കിൽ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്നൊക്കെ അനുസരിച്ചിരിക്കും. അതെനിക്ക് സത്യത്തിലൊരു ഇറലവൻസ് സാധനമായിട്ട് അനീഷിൻ്റെ സൈഡ് തോന്നി. ഓക്കെ, അതിന് നമുക്ക് പോകേണ്ട കാര്യമില്ല. മെയിൻ കണ്ടന്റ് കിടക്കുന്നത് ആര്യനും ഗിസയിലും ആ ജ്യൂസും മുട്ടടിയിലും. മോനെ ഇവിടെ അപ്പാനി
പിന്നെ നമ്മളെ അബി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ അവർ പോണില്ല എന്നുള്ള മൂഡിലിരുന്നതാണ്. ഓക്കെ, ധീരന്മാരായിട്ട് ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഇവരാണ് നീച്ച് നിന്നതും പിന്നെ അവിടെ ബാക്കി പരിപാടികളൊക്കെ നടത്തിയിട്ട് ഇവരെല്ലാവരും കൂടി അതിനകത്തേക്ക് പറഞ്ഞു വിട്ടത്. അതുവരെ അവർക്കും ഉണ്ടായില്ല, അതുവരെ അവർക്ക് പറയാനില്ല. ഓക്കെ, ഈ പോയിന്റ് അങ്ങോട്ട് പോകുമ്പോൾ ഇവരിത് ചെയ്യുന്നില്ല. ഒരാൾ മുട്ടടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ സ്വാപ്പ് ചെയ്യുന്നില്ല, അനീഷ് കൺവിൻസ്ഡ് ആവുന്നില്ല, അനീഷിനെ കൺവിൻസ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്ഥലമൊക്കെ വന്ന സമയത്തേക്ക് അവിടെ അബി കയറി കളിച്ചു. ഓക്കെ, അവിടെ അബി കയറി കളിച്ചിട്ട് അബി അതിനിടയിൽ വേറൊരു സാധനം എടുത്തിട്ടു. അത് ഫോർ മീ അത് അബിക്കെതിരെ ആളുകൾ ഇടുമ്പോൾ അബിക്ക് ഭയങ്കര ഹേർട്ട് ആവാറുണ്ട്. ഓക്കെ, അതന്നെ അബി അവിടെ തിരിച്ചിട്ടൊരു വർത്തമാനം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് അബിക്ക് ഭയങ്കര നെഗ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് നല്ല PR ഉള്ള ആൾക്കാരാണ് ഓപ്പോസിറ്റ്, ഈ പറഞ്ഞ അക്ബറിൻ്റെയും അപ്പാനീൻ്റെയും ആൾക്കാർ എന്നുണ്ടെങ്കിൽ അവരെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇത്രയും എബിലിറ്റി ഉള്ള ആൾക്കാർ അങ്ങനത്തെ എന്തോ ഒരു സാധനം പറഞ്ഞു അബിക്ക് അങ്ങനത്തെ ഒരു തുലാസിൽ ആ സാധനം വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതിപ്പോൾ എന്താ പറയുക, അബിക്ക് അത് നെഗ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അബിക്ക് ശരിക്കും അവിടെ കണ്ണിങ് ആയിട്ട് ഇത്ര ദിവസം കളിച്ച കളി തന്നെ പോയാൽ മതിയായിരുന്നു. അബി ട്രിഗർ ആവേണ്ട കാര്യമില്ല. അബി എവിടേക്കോ ഇപ്പോൾ ഒനീലിൻ്റെയും ഷാനവാസിൻ്റെയും നാവാവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എവിടേക്കോ കണ്ടന്റ് ഇല്ല എന്നുള്ളൊരു സാധനം മൈൻഡിൽ വന്നോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അനാവശ്യമായിട്ട് അബി ട്രിഗർ ആവുന്നുണ്ട്. അത് അബിക്ക് പാര കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ബിക്കോസ് ഈ റന ഫാത്തിമേനെ പോലെയാണ് അബിയുടെ ഒരു ടോണ് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബി ഇപ്പം ഷാനവാസ് ചൂടാവുമ്പോൾ അത് മാസമായിട്ട് കുറേ ആൾക്കാർ കാണാൻ കാര്യം ഷാനവാസിൻ്റെ ടോൺ ഈസ് ഡിഫറെൻറ്റ്. അത് ഓരോ മനുഷ്യന് കിട്ടുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് റന ഫാത്തിമ അല്ലെങ്കിൽ അബി ഇതിൻ്റെയൊക്കെ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇയർഫോണിൽ കേട്ടാലും മൊത്തം വലിയ വോയിസിൽ കേട്ടാലും ഫോണിൽ കേട്ടാലും ഒരു ഇതൊരു ഇറിറ്റേറ്റിംഗ് ടോണാണ്. അതിൽ കുറേ ചൂടായാലും ഇനി അവരുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ പോലും അത് കേട്ട് നിൽക്കുന്ന ആൾക്കത് ചിലപ്പോൾ കറക്റ്റ് ആവില്ല. അവരുടെ ആ ഒരു പ്രശ്നമാണ്, അവരുടെ സൗണ്ടിൻ്റെയും അല്ലെങ്കിൽ ആ നേച്ചറിൻ്റെയും കുഴപ്പമാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അബി അവിടെ ഭയങ്കരമായിട്ട് ട്രിഗറായി. ആ കച്ചറി പ്രശ്നം ഉണ്ടാക്കി ഇനി ഞാൻ മുട്ടടിക്കാൻ റെഡിയാന്ന് അബി പറയുന്നു. അതിനിടയിൽ കൂടി അപ്പാനി നൈസ് ഗെയിം. അപ്പാനി പോയി മറ്റേ ഇവനെ കൺവിൻസ് ചെയ്യാൻ നോക്കണത് ആരെ, നമ്മളെ ആര്യൻ ഞാൻ ഒരു കാര്യം പറയാം, ആര്യൻ കളിച്ചത് ഗെയിമാണ്. ഓക്കെ, ആര്യൻ കളിച്ചത് ഗെയിമാണ്. പക്ഷെ ആ ഗെയിം എങ്ങനെ ആര്യൻ കളിച്ചു എന്നുള്ളത് നോക്കുമ്പോഴാണ് അതിലുള്ളൊരു തേർഡ് റേറ്റ് എലമെന്റ് എനിക്ക് മനസ്സിലായത്. ഒരു ഡ്രാമ, അതായത് തേർഡ് റേറ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഈ വീട്ടുകാരി, റിലീജിയൻ, ഈ സാധനങ്ങൾ വലിച്ചിട്ടുള്ള കാര്യം എന്താ? ബിഗ് ബോസ് ഷോ കളിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം അവിടെ ഒരു കുടുതാപ്പ് എഴുതി കൊടുക്കുന്നുണ്ട്. അത് എഴുതി കൊടുത്തിട്ടാണ് വരുന്നത്. അതൊക്കെ ഉണ്ടായിട്ട് പിന്നെ അതിനകത്ത് കയറിയിട്ട് ഇങ്ങനത്തെ ഊളത്തരം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അത് ആര്യൻ ആസ് എ ഗെയിമർ ആര്യൻ്റെ കംപ്ലീറ്റ് വിലയും കളഞ്ഞൊരു പരിപാടിയായിരുന്നു. അത് കൊണ്ടിട്ട് കാര്യം ആയിരിക്കില്ല. ആര്യന് ആദ്യമേ പറഞ്ഞാൽ മതി എന്ത്, എനിക്ക് മുടി ഒട്ടറിയാൻ താല്പര്യമില്ല. അതിനിടയിൽ കൂടി വുമൺ കാർഡ് എടുത്തിരുന്നു. അതിനിടയിൽ കൂടി എല്ലാ കാർഡും, ലോകത്തുള്ള എല്ലാ കാർഡും അടിച്ചിറക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ ഇവൻ ആര്യൻ. അതിന് ഈ വുമൺ കാർഡും ആ കാർഡും പോട്ടെ, ആര്യൻ അതിനിടയിൽ കൂടി മറ്റതും ഹിന്ദി സിനിമേനെ വെട്ടുന്ന രീതിയിലുള്ള ഡ്രമാറ്റിക് ഡയലോഗുകളൊക്കെയാണ് അതിനകത്ത് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ എനിക്ക് അത്ര ഭയങ്കര അടിപൊളി മാസമായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര അരോചകമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വയം പൊക്കി പറയുന്ന ലാലേട്ടനെങ്ങാണ്ട് റൺബീർ എന്ന് പറഞ്ഞും പോയി. ലാലേട്ടൻ റൺബീർ എന്ന് പറഞ്ഞില്ല, വേറെ ആരോ റൺബീർ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞു പോയി. പിന്നെ ലുക്സിന് മോളും കുറേ പിടിച്ചു. ഇതിപ്പോൾ റോസിൻ ജോളി അവരൊറ്റ കഴിഞ്ഞതിന് ശേഷം ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ ട്രോള് വരാൻ പോകുന്നത്. ഒരു ലുക്കിൻ്റെ കാര്യം സ്വയം പറഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ എന്നൊക്കെ പറയുന്ന പോലെ എടുത്തെടുത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ഒരു സൈഡിൽ ഇവർ അതേ ഗിസേൽ അവിടെ നൈസ് എസ്കേപ്പാണ്. നൈസ് എസ്കേപ്പ് ഇൻ ദ സെൻസ് ഗിസേൽ ഭയങ്കരമായിട്ട് അവിടുത്തെ എസ്കേപ്പ് അടിച്ച് ആ സാധനം നൈസായിട്ട് സെറ്റാക്കി പോയിട്ടുണ്ട് കേട്ടോ. അത് ഗിസേലിനെ പറയണം. കാരണം ഗിസേൽ ആര്യനെ വെച്ച് കളിക്കുകയാണ്. ഗിസേൽ ആര്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ ഒരു സൈഡിൽ അനുമോളായിട്ടുള്ളൊരു കണ്ടന്റ് ഓടുന്നുണ്ട്, ഒരു സൈഡിൽ ഗിസൈലിനായിട്ടൊരു കണ്ടന്റ് ഓടുന്നുണ്ട്. ഇത് ഏത് പിടിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ആര്യൻ നിൽക്കുന്നത്. അപ്പോൾ ആര്യൻ എന്ത് ചെയ്തു, ഇതിനിടയിൽ കൂടി ഒരു മറ്റേ വുമൺ സാധനമൊക്കെ എടുത്ത് അടിച്ച് അങ്ങനെ ആകെ മൊത്തം ആര്യന് ബേസിക്കലി മുടി മുട്ടടിക്കുക എന്നുള്ള സ്കീമിലേക്ക് ഈ പറഞ്ഞ ഗിസൈലിനെ വിടാൻ പാടില്ല. കാരണം അത് വിട്ട് കഴിഞ്ഞാൽ സ്വയം മുട്ടടിക്കാനും പറ്റില്ല. അപ്പം പിന്നെ അവിടെ എന്തെങ്കിലും ഒരു വുമൺ കാർഡ് ഇറക്കി ബാക്കിയുള്ളവരെ മുന്നിൽ ഇട്ടും കൊടുക്കണം. ഇന്ന് ഇവർ വന്നിട്ട് ഇവർ മുട്ടടിക്കുക, അപ്പാനി അടക്കമുള്ളവർ പറയുന്നുണ്ട് മുട്ടടിക്കാൻ റെഡിയാണ്, അബി പറയുന്നുണ്ട് മുട്ടടിക്കാൻ റെഡിയാണ്. അങ്ങനെ പലരും മുട്ടടിക്കാൻ റെഡിയാണ്. ഈ മുട്ടടിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു വരുന്നവരെ കഥ എന്താണെന്ന് അറിയുമോ? മുട്ടടിച്ചാൽ മാസമായി, ഹീറോ ആയി, ഫൈനൽ വരെ എത്താം, ഫിനാലെ വരെ എത്താം എന്നുള്ള രീതിക്കാണ് ഈ മുട്ടടിക്കാൻ വരുന്നവർ വരുന്നത്.
അത് വേറെ സ്കീം. മുട്ടടിക്കാൻ പറ്റുന്ന സ്കീം അതാണ്, അതത്രേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് കളിക്കാതിരിക്കുമോ? ഇപ്പം ഞാൻ പറയാം, അവിടെ പോയി നിന്നു ഗിസേലിനോടാണ് മുട്ടടിക്കാൻ പറഞ്ഞത്. ബിഗ് ബോസ് എവിടെയും അത് സ്വൈപ്പ് ചെയ്യണമെന്നോ മറ്റേതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചുമ്മാ പോയി നിന്നിട്ട് ആദ്യമേ ഈ സാധനമല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് എന്ത് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം സ്വൈപ്പ് ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഇനിയിപ്പോൾ സ്വൈപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോഴും ആര്യം വീണ്ടും കയറി നിന്നിട്ട് അപ്പുറത്തുള്ളവരോട് കൊഞ്ഞലും കുത്തണ പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സാധനമാണ്. എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വന്നിട്ട് മറ്റേ ചെയ്യും മറിച്ചേ ചെയ്തു. പക്ഷെ ആര്യം പറഞ്ഞ ഒരു സാധനത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ളവരെ വായടഞ്ഞു. ഞാൻ മുട്ടടിക്കുക, പക്ഷെ ഇന്ന നോമിനേഷനിൽ ഇടാൻ പാടില്ല, ഇതേപോലെ ഗെയിം വരുമ്പോൾ ഇന്ന എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞേക്കാം. സോ കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റിയാണ് ആരും ചോദിച്ചത്. അതൊരു ഒന്നൊന്നര ചോദ്യമായിപ്പോയത്. അതിന് മുകളിൽ പിന്നെ ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവരും ബ്ലിങ് ആയിപ്പോയി ആ സാധനത്തിൻ്റെ മുകളിൽ. അങ്ങനെ ആര്യനും ഗിസേലും കൂടി എന്ത് ചെയ്ത് ആ ടാസ്ക് നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ അത് രസമുണ്ട്. അത് ഇമോഷൻ്റെ മുകളിൽ ചെയ്യേണ്ട ഒരു സാധനമല്ല. അത് ആദില നോറേൻ്റെ സംഗതി ഒരു ഇമോഷൻ്റെ മുകളിൽ ചെയ്തതും അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ ഓക്കെ എന്ന് തോന്നുന്നൊരു സാധനമാണ്. പക്ഷെ ഇതങ്ങനെയല്ല, മനസ്സിലായി? ഇത് അങ്ങനെ ഒരു ഇമോഷൻ എലമെൻറ്റിൽ നിന്ന് മാറി ദിസ് ഈസ് എ ഗെയിം. ഇതൊരു പക്ക ഗെയിമായിട്ട് തന്നെ എടുത്ത് കളിക്കേണ്ട ഒരു സാധനമാണ്. അത് അവർ ഗെയിമായിട്ട് തന്നെ എടുത്ത് കളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അനീഷിൻ്റെ കൊടൂര ബുദ്ധി കൊണ്ട് ആ സാധനം അലമ്പിപ്പോയതോ അല്ലെങ്കിൽ ആ സാധനം അങ്ങനെ ആ ഗെയിം അങ്ങനെ ആയതൊന്നുമല്ല. അനീഷ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എവിടേക്കോ ഈ പറഞ്ഞ ആര്യൻ്റെ ഒരു ഓവർ ഡ്രാമാറ്റിക് എലമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ആര്യൻ ഈ പറഞ്ഞ ആ സാധനത്തിൽ പിടിച്ച് നിന്നതുകൊണ്ട്, അതായത് മുടി ഒട്ടടിക്കാൻ റെഡി അല്ല എന്നുള്ള സാധനത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ബാക്കിയുള്ളവർക്കും കണ്ടന്റ് കിട്ടി, ആര്യനും കണ്ടന്റ് കിട്ടി. ഇതൊക്കെ പോസിറ്റീവ് ആരാകും നെഗറ്റീവ് ആരാകും എന്നല്ല, ബട്ട് കോണ്ടന്റ് കിട്ടി, ഫൈൻ. അപ്പം അങ്ങനെ ആ പരിപാടികളൊരു സൈഡിൽ ഇങ്ങനെ പോയി അതിൻ്റെ പരിപാടിയും പണിയും കഴിഞ്ഞ് പിന്നെയും വീട്ടിലെത്തിയിട്ട് പിന്നെയും ഇവരുടെ അടിയും കച്ചറയും അങ്ങനെ ഒരു സൈഡിൽ കൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതിൽ തന്നെ ഈ ആര്യൻ്റെ എന്താ പറയുക, കുറച്ച് അത് കാഷ്വൽ ടോക്കാണ്. നമ്മളെ അനുവിനെയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏത് ഒരു പോയിന്റ് കുറച്ച് കൂടുതൽ ഇട്ടുക, സമയം കുറച്ച് കൂടുതൽ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം മുട്ടടിച്ച് ഇനിയിപ്പോൾ സെറ്റപ്പ് ആക്കാൻ ഞാൻ റെഡിയാന്നുള്ള സാധനങ്ങളൊക്കെ ആരും കാഷ്വലി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് നാളെ കണ്ടറിയണം. ഇതിലൊരു ഗ്യാങ് ഫോം ആയിട്ടുണ്ട്. ആ ഗ്യാങ് ഫോമായത് അക്ബറിൻ്റെ ഗ്യാങ് മാറിയിട്ട് റെന അക്ബർ അങ്ങനത്തെ ഒരു ഗ്യാങ്ങാണ് അവിടെ ഫോം ആയിട്ടുള്ളത്. അതിൽ ആദിലനോറ ഇടയ്ക്ക് കാണാം, കലാഭവൻ സരികയുണ്ട്, ബിന്നിയുണ്ട്, അങ്ങനെ ഒരു ഗ്യാങ് അങ്ങനെ ഫോം ആയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കൂടി റൊമാൻസ് അടിച്ചിട്ട് ഷാനവാസും അനീഷും പോകുന്നുണ്ട്. അതിനിടയിൽ അപ്പുറത്തെ സൈഡിൽ ഈ അപ്പാനിയും അക്ബറും സ്പ്ലിറ്റ് ആവുമോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഡൗട്ട്. എവിടെയെങ്കിലും ഒന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പാനി ഇപ്പോൾ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കുന്നുണ്ട്. അക്ബർ അതിനിടയിൽ പോയിട്ട്, അതാണ് മെയിൻ സാധനം. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, കുറച്ച് ഉറക്കം വരുന്നുണ്ട്. ഈ അക്ബർ പോയിട്ട് എന്ത് പരിപാടിയാണ് കാണിച്ചത്? അക്ബർ പോയിട്ട് ആദ്യം മറ്റേ ആര്യനും പോയിട്ട് ഇജ്ജ് വെറുതെ എന്ന് പറഞ്ഞിട്ട്, അത് ഇജ്ജ് വെറുതെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയൊന്നുമല്ല, കയ്യിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുത്തിട്ടാണ് അക്ബർ ഭയങ്കര അഗ്രസീവാണ് ചില സമയത്ത്. അനീഷിനെതിരെ തലണെടുത്ത് എറിഞ്ഞൊരു ഏറുണ്ട് അക്ബർ. ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ പേരെന്ന് പറയുന്നത് സാധനമൊന്നുമില്ല. അപ്പോൾ ആ എടുത്ത് വലിച്ചെറിയുമ്പോൾ തലണയാണോ ബാക്കി എന്ത് സാധനമാണ് എടുത്ത് വലിച്ചെറിയുമ്പോൾ അതിനുള്ള പണി ബിഗ് ബോസ് കൊടുക്കണം. ഓക്കെ, സാറ്റർഡേ സൺഡേ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ്റെ എടുത്ത് വെച്ച് അലക്കി കീറി വിടാൻ വെച്ച ഒരു ഐറ്റം തന്നെയാണ്. ഫൈൻ, അത് ചെയ്തേ പറ്റൂ. കാരണം അക്ബറിന് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അക്ബർ നാളെ എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ദേഷ്യം വന്ന സമയത്ത് ആരെങ്കിലും പിടിച്ച് അടിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ സീസണിൽ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ സീസണിലും കൂടി ഒരു സാധനം ആയി കഴിഞ്ഞാൽ ഷോൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. സോ ഇത്രയും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും മേത്തിക്ക് അഗ്രഷൻ, അതല്ലെങ്കിൽ ഈ സീസൺ നിങ്ങൾ ശ്രദ്ധിക്കണം. ലാലേട്ടനും ബിഗ് ബോസിൻ്റെ ടീമും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളെ സീസണിലുള്ള പോലെ അല്ല. ഞങ്ങളെ സീസണിൽ ഒരു തെറി വിളിക്കാനും കൂടി ഭയങ്കര സീനായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണ്. തെറി വിളിക്കുന്നത് വരെ ഭയങ്കര സീനായിരുന്നു, തെറി വിളിക്കാൻ തന്നെ സമ്മതിച്ചിട്ടില്ല. ഈ സീസണിലൊക്കെ ഇഷ്ടംപോലെ മാ പൂ പീ പീ താ പൂ പൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ അഗ്രഷൻ മേത്തിക്ക് അഗ്രസീവായിട്ട് പോകണമുണ്ട്. വായോട് പറഞ്ഞ് തീർത്തോട്ടെ. അല്ലാതെ ഇങ്ങനത്തെ അഗ്രഷൻസ് ഒന്നും ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, എൻ്റർടൈൻ ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് ബിഗ് ബോസ് ടീമിനോട് പറയാനുള്ളൂ. അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ബിക്കോസ് ഷോൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ആ സാധനങ്ങൾ സാരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണെങ്കിലും വീട്ടിൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ ആദ്യം കുറച്ച് വലിയ 1-2 ഗ്രൂപ്പായി,
പിന്നെ അതിപ്പോൾ മൈക്രോ ഗ്രൂപ്പുകളിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയൊരു ബോംബ് പോലെ ഇവരുടെയൊക്കെ വീട്ടുകാരുടെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇവർ ഓണാവോ ഓഫാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതോ രേണു ചേച്ചിയുടെ തല ചൊറിയാൻ ബിഗ് ബോസ് ഒരു മെയിൻ തീർപ്പ് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.